ഹായ് ഡിയേഴ്സ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. മോപ്പപ്പ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോളേജുകളിലെ ഒഴിവുള്ള സീറ്റുകളും സർക്കാർ ഫാർമസി കോളേജുകളിലെ ബിഫാം കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളും നികത്തുന്നതിനായുള്ള ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെന്റ് റിസൾട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 18-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ വിദ്യാർത്ഥികൾ നൽകിയ ഓൺലൈൻ ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പ്രിയ വിദ്യാർത്ഥികളെ, cee.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനുള്ള അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. പ്രിയ വിദ്യാർത്ഥികളെ, അലോട്ട്മെന്റ് മെമ്മോയുടെ പ്രിന്റ് ഔട്ട് നിർബന്ധമായും എടുക്കേണ്ടതും പ്രവേശന സമയത്ത് കോളേജ് അധികാരികൾക്ക് മുമ്പിൽ ഹാജരാക്കേണ്ടതുമാണ്. വിദ്യാർത്ഥിയുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെന്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് സംബന്ധമായ വിവരങ്ങൾ എന്നിവ വിദ്യാർത്ഥിയുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും അലോട്ട്മെന്റ് മെമ്മോയിൽ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾക്ക് പരിചയം, ചില വിദ്യാർത്ഥികളെങ്കിൽ അലോട്ട്മെന്റ് മെമ്മോ പരിചയം ഉണ്ടായിരിക്കും. ഇനി ഫീസ് അടയ്ക്കേണ്ട രീതി പറയുന്നുണ്ട്. അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് ഒടുക്കേണ്ടതുമായ ഫീസ് അല്ലെങ്കിൽ ബാക്കി തുക ബാധകമെങ്കിൽ 19/11/2020 മുതൽ 20/11/2020 വരെ കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ ഓൺലൈൻ പേയ്മെന്റ് മുഖേനയോ അടയ്ക്കാവുന്നതാണ്. ഇനി കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ട അവസാന തീയതി 20/11/2020 ആണ്. പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, 20/11/2020 വൈകുന്നേരം 3 മണിക്ക് മുമ്പായി നിങ്ങൾക്ക് മോപ്പപ്പ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് ഏതാണോ അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പല വിദ്യാർത്ഥികൾക്ക് ഒരു സംശയം ഉണ്ടാകും, വെർച്വൽ അഡ്മിഷൻ ഉണ്ടോ എന്നുള്ളത്. മോപ്പപ്പ് റൗണ്ടിൽ വെർച്വൽ അഡ്മിഷൻ ഉണ്ടാവുന്നതല്ല, നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം, നിങ്ങൾക്ക് വല്ല പ്രയാസകരമായ സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ കോളേജുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കോളേജുമായി ബന്ധപ്പെടുക, അവർ അതിനുള്ള ഒരു മറുപടി തരുന്നതായിരിക്കും. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹോം പേജിലെ ഡാറ്റ ഷീറ്റ് എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രവേശനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട രേഖകൾ എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ഷീറ്റും അലോട്ട്മെന്റ് മെമ്മോയും അതുപോലെ തന്നെ കോളേജുകൾ അഡ്മിഷൻ എടുക്കുമ്പോഴുള്ള എല്ലാ രേഖകളും, അസൽ രേഖകൾ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ കൈവശം ഉണ്ടായിരിക്കണം. ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് അല്ലെങ്കിൽ അധിക തുക ബാധകമെങ്കിൽ ഒടുക്കി കോളേജുകളിൽ ഹാജരായി പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റ് റദ്ദാക്കുന്നതാണ്. മോപ്പപ്പ് റൗണ്ടിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ റൗണ്ടിലെ കോളേജോ കോഴ്സോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, തീർച്ചയായും നിങ്ങൾ ഈ റൗണ്ടിൽ അലോട്ട്മെന്റ് ചേരണം, അല്ലാത്ത പക്ഷം അത് റദ്ദാകുന്നതായിരിക്കും. സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ മുൻ അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ ലഭിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിലെ ഓപ്ഷൻ പ്രകാരം പുതിയ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള പക്ഷം നിർബന്ധമായും പുതിയ അലോട്ട്മെന്റ് സ്വീകരിക്കേണ്ടതാണ്. ഈ ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ മുൻ അലോട്ട്മെന്റ് പ്രകാരം ലഭിച്ചിരുന്ന അഡ്മിഷൻ റദ്ദായിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ പ്രൊഫൈലിൽ പോയി നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിക്കാവുന്നതാണ്. cee.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.